ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ ആട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആവാണ്. ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഉണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യമേ തന്നെ മേക്കപ്പ് ഇടാൻ വിചാരിച്ചു. എല്ലാവരും സാരി എടുക്കുന്നു ഒക്കെ ചെയ്യുന്ന ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ ആദ്യം മേക്കപ്പ് ഇട്ടിട്ട് സാരി എടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം എൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ് മോയ്സ്ചറൈസർ. ആദ്യം നമ്മൾ ടോണർ യൂസ് ചെയ്യണം. ഇത് റെനയുടെ ടോണറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ 3-in-1 ഫൗണ്ടേഷൻ. നമ്മൾ അതിന് മുന്നേ പ്രൈമർ ഇടണം. പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്ന. മീൻസ് നമ്മൾ മേക്കപ്പ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ സ്കിന്നിലേക്ക് ഇറങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിതൊക്കെ അറിയത്തുള്ളൂ, ബേസിക്കേ അറിയത്തുള്ളൂ. പിന്നെ ഒരു മേക്കപ്പ് ഫിക്സർ വേണം. അതുപോലെ ഒരു ഹൈലൈറ്റർ വേണം. ഹൈലൈറ്റർ മീൻസ് സ്ട്രോക്ക് ക്രീമാണ് ഒരു മെയിൻ സാധനം കേട്ടോ. സൺസ്ക്രീൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻ വേണം. പിന്നെ നമ്മുടെ കണ്ണെഴുതുക മീൻസ് ഐലൈനർ, മസ്കാര, അങ്ങനത്തെ ഐറ്റം അതിൻ്റെ പോയി അതന്നെ ഈ ഐറ്റം ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണമെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യാം. എനിക്ക് അങ്ങനെ ഒന്നും താല്പര്യമില്ല കേട്ടോ. ഞാൻ സിമ്പിൾ മേക്കപ്പ് കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേക്കപ്പ് ഐറ്റംസ്. ഇനി നമുക്ക് അടുത്തത് വെച്ചാൽ മേക്കപ്പ് ഇട്ടിട്ട് ബാക്കി പരിപാടി കാണാം. മുല്ലപ്പൊക്കെ സെറ്റാച്ച് ഞാൻ ഇന്ന് വൈകുന്നേരം മുല്ലപ്പം മേടിച്ചുകൊണ്ട് കുറച്ച് നല്ലോണം വാടിയിട്ടുണ്ട്. സാധാരണ വെക്കുമ്പം അത് നിങ്ങൾ ഓക്കെ ആയിക്കോളും. പിന്നെ ഞാൻ കുഞ്ഞിതിലൊരു ചെറിയ രീതിയിൽ എല്ലാവരും ഇട്ടപ്പം കൊതിയായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറം ഭാഗം മാത്രം ഞാൻ മൈലാഞ്ചി ഇട്ടു കേട്ടോ. ഉള്ളൊന്നുമില്ല, പുറം ഭാഗം മാത്രം. പുറത്താണ് മെയിനാൾക്കാർ കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെയാണ് ഗൈസ്. പിന്നെ എവിടെയൊക്കെ മുടി കിട്ടിയിട്ട് അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്ന ഒരു വേറൊരു മുഖം. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ പോകും. ബാഗ് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ വീട്ടിൽ പോകും. ഇന്ന് എല്ലാ സെലിബ്രേഷൻ ഞങ്ങൾ നേരെ തിരിച്ച് പോവാണ്. അപ്പോൾ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ അത് സെറ്റാണ്. ഗൈസ് മേക്കപ്പ് ഇടുന്ന കാണാം. മേക്കപ്പ് ഇടുന്ന സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ടോണർ. ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്. നല്ല ടോണറാട്ടോ. ഞാനൊരു വലിയ മേക്കപ്പ് കാരിയല്ല. എനിക്ക് അറിഞ്ഞോട് ഏതൊക്കെ ഓർഡറിൽ യൂസ് ചെയ്യണം. നിങ്ങൾ എൻ്റെ ഒരു ഓർഡറിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വലിയ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും എന്നെ ട്രോൾ ചെയ്തത്. കാരണം എനിക്ക് ഇതൊന്നും വലിയൊരു ഡീലിംഗ് ഒന്നുമില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്യരുത്. ഞാൻ ഏതൊക്കെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിക്കാം. അതുകൊണ്ട് എൻ്റെ ഒരു രീതി നിങ്ങൾ ആരും കോപ്പി അടിക്കുന്നത് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ ഇത്ര കാലം ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത് മേക്കപ്പൊക്കെ. സെറ്റപ്പിലാണ്, സെറ്റപ്പിലെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നല്ലതായിരിക്കും. ഒരു മസാജ് പോലെ. അപ്പോൾ ജോലൈനൊക്കെ വരുന്നത് നല്ലതാണ്. എൻ്റെ കുറേയൊക്കെ മാറ്റം വന്നിട്ട് കുറച്ചെങ്കിലും തുള്ളിയെങ്കിലും വന്നു. അപ്പോൾ ചെറിയൊരു മാറ്റം വരും. സൺസ്ക്രീൻ നമുക്ക് ലാവിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് കൂടിയും കുഴപ്പമില്ല. നമ്മൾ പുറത്ത് മൊത്തം ആണ് ഈ ഉള്ള പരിപാടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ കൂടിയിട്ടത് കുഴപ്പമൊന്നുമില്ല. സൺസ്ക്രീൻ ഇപ്പം ഞാൻ യൂസ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ റെനയുടെ സൺസ്ക്രീൻ ആട്ടോ. റെന 50 SPF നല്ല പ്രൊഡക്റ്റാണ്. എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് എനിക്കിതൊക്കെ നല്ല യൂസ്ഡാണ്. കാരണം എനിക്ക് കുറേ പ്രൊഡക്ട്സ് ഞാൻ മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും എനിക്ക് മൗത്ത് കംഫർട്ടബിൾ തോന്നിയ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റെനയാണ്. കാരണം ഞാൻ പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. എനിക്ക് എൻ്റെ പേഴ്സണായിട്ടുള്ള അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. എൻ്റെ മുഖത്തും അത് അഡാപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിമ്പിൾസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇനി വരുമെന്ന് പറഞ്ഞു കിടക്കാം. ഇപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇപ്പം ഒരു വർഷമായി, വർഷം കഴിഞ്ഞു. അപ്പം എനിക്ക് ഇതിനൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പ്രൈമർ, മാറ്റ് പ്രൈമർ കേട്ടോ.
കുറച്ച് മതി, കുറച്ച് നമ്മൾ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് നല്ലൊരു സിലിക്കൺ മുഖത്ത് നല്ലതല്ല ഒട്ടും, ഇത്തിരി മതിയിട്ട് ഗൈസ്. അടുത്ത് തന്നെ നമ്മുടെ ഈ ഒരു 2 പ്രൊഡക്റ്റ്, ഫൗണ്ടേഷനും ഹൈലൈറ്ററും സ്ട്രോപ്പ് ക്രീമും 2 മിക്സ് ആക്കി തേക്കുക. അത് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ തേക്കണം. ഹുദ ബ്യൂട്ടിയുടെ എന്താ പറയുക ഐ ഷാഡോ പാലറ്റ്. എൻ്റെ ഈ സാധനം ഫോക്കസ് ആവുന്നു. നമുക്ക് കണ്ണിൻ്റെ മേലിൽ തേക്കാം. ഇതിൽ കുറേ ഷെയ്ഡുണ്ട്. ഇപ്പം ഏത് ഷെയ്ഡ് എടുക്കും? ഇപ്പം എൻ്റെ ഷെയ്ഡ് ഇതാണ് ഗൈസ്. ഞാൻ പറയാം ദിസ് വൺ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. കുറച്ച് മുന്നേ ഗെറ്റ് റെഡി വിത്ത് മീ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാരണം ടൈം കുറച്ച് കുറവായതുകൊണ്ട് എനിക്ക് പെട്ടെന്നെല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് വീഡിയോ ഒന്നും സമയത്ത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ലാസ്റ്റ് പിന്നെ മേക്കപ്പ് ഫിക്സർ ഇട്ടും ലിപ്സ്റ്റിക് ഇട്ടും ഞാൻ അവിടെ ഒരുങ്ങിയിട്ട് പോയേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മുന്നേ കുറേ ഓണം പ്രിപ്പറേഷൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് ഭയങ്കര രസമായിരുന്നേ. കാരണം ഓണത്തെ തലേ ദിവസം ഇങ്ങനെ മെഹന്തി ഇടുക, ഫേസ് പാക്ക് ഇടുക, ഫ്രണ്ട്സിൽ ഒരുമിച്ച്. കാരണം നമ്മൾ വന്നിട്ട് 3 വർഷമായിട്ടും ഇത്രയധികം നമ്മൾ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചത് മീൻസ് കാരണം അടുത്ത വർഷം നമ്മളാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു വർഷം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. 2 വർഷങ്ങൾ എൻജോയ് ചെയ്തു. എന്നാൽ ഈ ഒരു വർഷം നല്ല രസമാണ്. ഓണം സെലിബ്രേഷനൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഒരു ഓണം ഫീൽ അല്ലെങ്കിൽ ഓണം വൈബ് നിങ്ങൾക്ക് ഉണ്ടെന്ന് തൊട്ട് സീനിയേഴ്സ്. അപ്പം അതൊരു വലിയൊരു സംഭവമാണ്. അപ്പം എനിക്ക് എല്ലാം കൊണ്ടും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എല്ലാവരും അറുമതിക്കെന്ന് പറയാം കേട്ടോ. അതിന് മാത്രം അത്രയ്ക്കും അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ രീതിയിൽ കുറച്ച് കുഞ്ഞു സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് നിങ്ങളിത് ഈ വീഡിയോ കണ്ട് നിങ്ങൾ തന്നെ എൻജോയ് ചെയ്യുക കേട്ടോ. കാരണം അത്രയ്ക്ക് രസമാണ്. അങ്ങനെ പുറത്തെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറ്റിയിരുത്തിയ ഹാളിലേക്ക് ഇനിയാണ് പരിപാടിക്കുള്ളത്. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ടീച്ചേഴ്സിന് തിരുവാതിര, പിന്നെ സീനിയേഴ്സിന് എല്ലാം കോഴ്സ്, സീനിയേഴ്സിന് ഡാൻസ്, അതുപോലെ തന്നെ ഫുൾ വൈബാണ് ഇനിയുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ ഒരു സാധനം നിങ്ങൾ വഴി പറഞ്ഞിട്ട് എന്താ മെയിൻ എന്ന്. അത് കുറച്ച് സസ്പെൻസ് ആണ്. ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ഞങ്ങൾ കാത്തിരിക്കുവാണ് എന്താണെന്ന് നമുക്ക് കാണാം.
ഗൈസ് ഇനി ഞാൻ പറഞ്ഞ സസ്പെൻസ് ചെയ്യുമ്പോൾ പൊട്ടിക്കാൻ പോവാണേ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ വന്നിട്ട് 3 വർഷമായി. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് സ്ഥാനം നിർത്തി വെച്ചായിരുന്നു. അപ്പോൾ ഈ വർഷം ആ ഒരു സാധനം ഉണ്ട്. വേറെ ഒന്നുമാണ്, ടഗ് ഓഫ് വാർ ആണ്. അത് വടംവലി അത് തന്നെ ആയിരിക്കുമല്ലേ പറയുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കാണാനായിട്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. പക്ഷെ ഞാൻ ഉടുത്ത സാരി എനിക്കൊരു ടെൻഷനാണ്. അത് ഉടുത്തിട്ട് ലൈഞ്ഞു പോയാൽ തീർന്നില്ലേ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഉടുക്കാനല്ല, മീൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയില്ല. ഞാൻ കണ്ടോണ്ടിരുന്നു കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസും നഴ്സിംഗ് സീനിയേഴ്സും അതുപോലെ MBBS സ്റ്റുഡൻസും കൂടിയായിരുന്നു. അതൊക്കെ മത്സരിച്ച് പിന്നെ അടുത്ത് മീൻസ് അലൈഡും BPT അങ്ങനെ പല പല കോഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മത്സരിച്ച് ആദ്യം നഴ്സിംഗ് ആയിരുന്നു. പിന്നെ ആരെ ജയിച്ചത് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ അത് ഞാൻ സദ്യയ്ക്ക് വേണ്ടി പോയി. അതുകൊണ്ട് ഞാൻ ബാക്കി പരിപാടി കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് ബസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം തന്നെ വൈകിട്ട് നാട്ടിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഓടിയിട്ടാ. അപ്പോൾ എനിക്കൊന്ന് ബാക്കിയൊന്നും കാണാൻ പറ്റിയില്ല. കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ കുറച്ച് കണ്ടുകിരുന്നുട്ടോ. പിന്നെ കുറെ ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എടുത്ത് ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ടഗ് ഓഫ് വാറിന്റെ ക്ലിപ്പ് എനിക്ക് ഷോർട്സ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ മീൻസ് ആ ലാൻഡ്സ്കേപ്പിന്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഷോർട്സ് ഞാൻ ഇടാം കേട്ടോ. പിന്നെ സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന് ഭയങ്കര പരിപാടി ഉണ്ടായിരുന്നു. കലാശക്കൊട്ട്, അത് ഞാൻ പറയാം, കലാശക്കൊട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് നേരം അർമാദിച്ചിട്ട് നമ്മൾ തിരിച്ച് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി. ബാക്കി പരിപാടി മീൻസ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ട്രാൻസ്ലേഷൻ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പോകാനുള്ള ബാഗ് പാക്ക് ചെയ്യണം. അങ്ങനെ ഫുള്ളൊരു തിരക്കേറിയ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് എല്ലാം ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ ഇനിയുള്ള വീഡിയോസ് മൊത്തം നാട്ടിലെത്തുന്ന വീഡിയോസ് ആണ്. നാട്ടിൽ ചെന്നിട്ട് പരിപാടികൾ മൊത്തം കാണിക്കാൻ പോകുന്നത്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.